ഗുഡ് മോർണിംഗ്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പിന്നെ ചുമ ഇപ്പം എല്ലാവരും നല്ലപോലെ വ്യാപിച്ചിട്ടുണ്ട്. കഫക്കെട്ടും ചുമയും. നമുക്കൊരു 2 മെഡിസിൻ കാണിച്ചു തരാം കേട്ടോ. നല്ല റിസൾട്ടാണ്. പിന്നെ 2 ഗ്ലാസ് വെള്ളം. വെള്ളം നല്ലോണം തിളക്കട്ടെ കേട്ടോ. പിന്നെ നമുക്കൊരു മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ 100% റിസൾട്ട് തരാം ഈ സാധനം. ഇവിടെ കൊച്ചിന് കഫക്കെട്ടായിട്ട് 4-5 പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവിടുന്ന് ഒരു മെഡിസിനും തരും. ഇത് കൊച്ചു ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ആൻറ്റിബയോട്ടിക്കേ തരുള്ളൂ. കൊച്ചിന് കഫക്കെട്ടാണ് കൂടുതലാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയിക്കണ്ട അപ്പം തന്നെ നെബുലൈസ് കൊടുക്കും. അവിടെ മെയിൻ ചെയ്യണ പരിപാടിയാണ് എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് ഈ കഫം ഇങ്ങനെ നെഞ്ചത്തും തൊണ്ടയിലൊക്കെ കെട്ടിക്കുമ്പോൾ ശ്വാസം കിട്ടില്ല. ഉടനെ കൊടുക്കും നെബുലൈസ്. അത് ഇവിടെ ഇപ്പം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവർക്കും പെട്ടെന്ന് ശ്വാസം കിട്ടില്ല എങ്ങനെ നമുക്ക്. അപ്പം ഇപ്പം അവളെ കാണിക്കുന്ന ഡോക്ടർ വേണുഗോപാലാണ് ഡോക്ടർ. അപ്പം ആ ഡോക്ടർ ആൻറ്റിബയോട്ടിക് കൊടുക്കുമല്ലോ. നേരത്തെ കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. അപ്പം ആ മരുന്നൊക്കെ കഴിച്ചിട്ടും മാറി. എന്നാലും ഇങ്ങനെ തൊണ്ട കുത്തലും തൊണ്ടക്കകത്ത് ഇങ്ങനെ കഫം ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങാടുമ്പോൾ കൊച്ചിന് ഭയങ്കര പേടി. ഞാൻ എൻ്റെ മക്കൾക്ക് ചെറുപ്പത്തിൽ കൊടുത്തോണ്ടിരുന്ന സാധനമാണത്. പനിക്കൂർക്കലയും തുളസി. പിന്നെ ഒരു ശേഷം ഉള്ളിയോ ഇഞ്ചി വയ്ക്കാം. ഉള്ളി ചില പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല, എരിവ് കൂടുതൽ നിൽക്കും. ഈ തുളസി എന്ന് പറഞ്ഞത് വെള്ള തുളസി എടുക്കരുത് കേട്ടോ. ഈ തുളസി എടുക്കണം. ഇതാണ് മെഡിസിൻ തുളസി. ഈ 3 പനിക്കൂർക്കല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തുളസിയും കഴുകി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ശേഷം ഇഞ്ചിയാണ് കേട്ടോ. നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. ഒരു പക്ഷേ ഇഞ്ചി ഇതേപോലെ നല്ല നമുക്കത് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വെച്ചേക്കണ ഇതും പിള്ളേർക്ക് നല്ല കേട്ടോ. നല്ല വ്യത്യാസം. കൊച്ച് സ്കൂളിലൊക്കെ കളിക്കുകയൊക്കെ ചെയ്യല്ലോ. കുഞ്ഞല്ല അവള് 4-4.5 വയസ്സായ കുട്ടിയാണ്. പിള്ളേരെ നമുക്ക് അടക്കി ഇരുത്താൻ പറ്റില്ല. കുട്ടികൾ കളിക്കും നല്ല പോലെ. അവർ കളിക്കേണ്ട പ്രായമാണ്. അപ്പം ഞാനിപ്പം അതിന് രാവിലെ ഒരു നേരം ഇഞ്ചി ഇട്ട ഒരു ചായയും കൊടുക്കും. പിന്നെ തേനാണ് ചേർക്കണം കേട്ടോ. പിന്നെ ഈ പനിക്കൂർക്കട എല്ലാം വാട്ടിപ്പിഴിഞ്ഞ് അതും ഒരു നേരം കൊടുക്കും. ഇത് രണ്ടും കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ്. കൊടുത്ത അന്ന് തന്നെ ഒരു 3-4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിന്റെ തൊണ്ടയിൽ ഇങ്ങനെ കഫ ഇങ്ങനെ കെട്ടി നിൽക്കും. കുറുകുറാന്ന് കൊച്ചു ചോദിക്കും, പേടിയാണമ്മ, അല്ലുക്ക് ബേ ആവുമെന്ന് പറയാൻ. എന്തെങ്കിലും ആവുകയെന്നാണെങ്കിൽ ബേ ആകുമോ എന്ന് ചോദിക്കും. അപ്പം അവർ മോനൊന്നും ആവൂല കേട്ടോ. ഇപ്പം ഞാൻ ഇതാണ് കൊടുത്തത്. അപ്പം ഇത് ഞാൻ കൊടുത്തപ്പോൾ എന്താണെന്ന് അറിയാമോ ഒരു വ്യത്യാസം. ഇത് വലിയവർക്കും കുടിക്കാം കേട്ടോ. ഇത് കൊടുത്താലില്ലേ കൊച്ചു കുട്ടികൾ മോഷൻ പോകുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ആ കഫം എല്ലാം മോഷനിൽ കൂടെ പോകട്ടെ പിള്ളേരുടെ. അവർക്ക് അറിയില്ലല്ലോ ചുമച്ചിട്ട് തുപ്പിക്കളയണമെന്ന്. വലിയവർക്ക് തുപ്പിക്കളയണ പോലെ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പം ഇത് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ മോഷൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ കഫവും പോകട്ടെ. എല്ലാ കുട്ടികൾക്കും ഇത് കൊടുത്തോട്ടെ. നല്ല വ്യത്യാസമാണ് കേട്ടോ. 100%. എന്താ വെച്ചാൽ ഞാനത് പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞത്. മരുന്ന് കൊടുത്താലും ചിലപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര ചേഞ്ചിങ്ങും കുട്ടികളാണെങ്കിൽ അടങ്ങിയിരിക്കില്ല. അപ്പം കഫക്കെട്ട് കൂടുതൽ നീർക്കെട്ടും വീഴും. ജലദോഷമൊക്കത്തിന് നല്ലതാണ്. അപ്പം ഇതും പാട്ടിപ്പിഴിഞ്ഞ് കൊടുത്താലില്ലേ ഒരു 3-4 പ്രാവശ്യം ഇടയ്ക്ക് നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയും. ആ കഫം പോകാൻ വേണ്ടിയായിട്ടോ വയറ്റിൽ നിന്ന്. അപ്പം അത് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതും ഒരു നേരം കൊടുത്തു. ഇതും നല്ല റിസൾട്ടാണ്. അപ്പം ഇപ്പം ഞാൻ ഇഞ്ചി ഞാനൊന്ന് ചതച്ചാൽ ചേർക്കാൻ പോകണം കേട്ടോ. ചതച്ച് ചേർക്കുമ്പോൾ അത്ര റിസൾട്ട് കിട്ടും നമുക്ക്. അത്ര അതിൻ്റെ ആ ഇഞ്ചിയുടെ ഇതൊക്കെ അതിലിറങ്ങും. ഇഞ്ചി ഒന്ന് ചതക്കട്ടെ കേട്ടോ. വലിയ കഷ്ണം ഇഞ്ചി എടുക്കണം. പിന്നെ വലിയവർക്കാണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ചായ വെക്കുമ്പോൾ ഇത്തിരി മാറ്റിയിട്ട് വലിയ ആൾക്കാരുണ്ടാവുമല്ലോ പ്രായമുള്ളവരൊക്കെ അവർക്ക് 2 കുരുമുളക് കൂടി ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് അറിയാമോ നീർക്കെട്ടുണ്ടെങ്കിൽ മാറും. കുട്ടികൾക്ക് ചിലപ്പോൾ കുരുമുളക് കൊടുക്കുമ്പോൾ ചിലവർക്ക് പിന്നെ എരി ചിലപ്പോൾ പിള്ളേർ കുടിക്കില്ല. 2 കുരുമുളക് കൂടി ഇടുമ്പോൾ നല്ല എഫക്റ്റായിരിക്കട്ടെ. അതിന് 100% റിസൾട്ടാണ്. ഡോക്ടറൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നല്ല എല്ലാവർക്കും അത് ഗുണം ചെയ്യും.
കുട്ടികൾക്കൊക്കെ അതുങ്ങൾ ചുമച്ച് കാണുമ്പോൾ തന്നെ പേടിയാണ്. അപ്പൊ നമുക്ക് ഈ ഇഞ്ചി ചതച്ചത് ഞാൻ 2 സ്പൂൺ ഇഞ്ചി ഇടുന്നുണ്ട്. നല്ലപോലെ തിളക്കട്ടെ കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഇഞ്ചിയുടെ ഇതൊക്കെ ഒരു നല്ല ഫ്ലേവറാണ്. ഇത് നല്ല തിളച്ചപ്പിന് ഒരുപാട് ചായപ്പൊടി ഇടണ്ട. അത്യാവശ്യം കുറച്ച് ഇത് ഇച്ചിരി ഇതിൽ കിടന്ന് വേകട്ടെ കേട്ടോ. ഒരുപാട് കിടപ്പുണ്ട്. സാധാരണ നമ്മുടെ കട്ടൻ ചായ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, കമ്പിയിൽ ഒരു കമ്പി കഷ്ണം എടുത്തിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നീര് കിട്ടില്ല. ഈ കമ്പിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. തുളസിൻ്റെ ഇടയിൽ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഒന്ന് ഗ്യാസിൽ കാണിച്ചിട്ട് ഗ്യാസിൽ കാണിക്കണമെന്നില്ല കേട്ടോ. ഗ്യാസിൽ കാണിച്ചെടുക്കണ അത്ര ഇഷ്ടമല്ല. ഞാനിങ്ങനെ ആവിയേറ്റി എടുക്കാറ്. നല്ലപോലെ നമുക്ക് ഇടിച്ചമ്പിലോ എന്തെങ്കിലും വെച്ചൊന്ന് ആവിയേറ്റി എടുത്താൽ മതി. ഗ്യാസിൽ ചുട്ട് കഴിക്കുമ്പോൾ ആ ഗ്യാസിൻ്റെ എനിക്ക് അത്ര ഇഷ്ടമില്ല. അത് അടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കാണിക്കാം. ഇങ്ങനെ ആവിയേറ്റെടുത്ത് ഇലയുടെ കളറൊക്കെ മാറിയേ. ചുട്ടെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ നീരൊക്കെ വറ്റിപ്പോവും. നമ്മളിത് അതിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇതിൽ എടുത്തിട്ട് അതിനെല്ലാം കഴിയാൻ നീര് കണ്ടോ. നമുക്കൊന്നും കൂടെ ചതച്ചെടുക്കാം. തേനോ ഒന്നും ഇടണ്ട കേട്ടോ. ഇത് അങ്ങനെ തന്നെ അപ്പം തന്നെ കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി. നല്ല റിസൾട്ടാണ് കുട്ടികൾക്ക്. ഇത് കൊടുത്ത് 2 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ അതുങ്ങളുടെ തൊണ്ടക്കാത്തിരിക്കണ കഫത്തിൻ്റെ ചുമയ്ക്കുമ്പോൾ വ്യത്യാസം. പിന്നെ ഡ്രൈ ആയിട്ട് ചുമക്കണതാവും. പിന്നെയും കൊടുക്കുമ്പോൾ ഒരു നേരം ഇതും കൊടുത്തു കഴിയുമ്പോൾ മാറും.
രാത്രി കിടക്കാറുമ്പോൾ ഇത് ഇത്തിരി കൊടുത്തിട്ട് കിടത്തിക്കും, സുഖമായിട്ടാണ് തരും. പിന്നെ ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയാം കേട്ടോ പിള്ളേർ. കാരണം മോശം പോകുമ്പോൾ ഇത് പോകാനൊക്കെ, അപ്പം മുറിഞ്ഞ് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയാണ് അങ്ങനെ തോന്നിക്കണത്. നമ്മുടെ ഇഞ്ചി ചായ റെഡിയായി. ഇത്തിരി ചൂടോടെ കുടിക്കണം കേട്ടോ. ഒന്ന് ചതച്ചിടുമ്പോൾ എന്താ ഇഞ്ചിയുടെ എല്ലാ ഇതും അതിലോട്ട് ഇറങ്ങും. നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം, ഹണി വേണമെങ്കിൽ ഹണി ഇടാം കേട്ടോ. ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ടൊന്ന് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിടാം. ഇത്തിരി നേരി ചൂടോടെ തന്നെ ഇത് കുടിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. ഇത്തിരി മധുരം കൂടുതൽ വേണമെന്നുള്ളൂ, ഇച്ചിരി മധുരം വേണം അതിന് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ. ഇതിനങ്ങനെ പ്രത്യേക വേറെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പൊള്ളലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആഹാ, നല്ല സൂപ്പർ. ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ നല്ല ഇതായിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. എല്ലാവരും ചെയ്യണം കേട്ടോ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ കുടിക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ 2 കുരുമുളക്, കുട്ടികൾക്കുള്ളത് മാറ്റിയിട്ട് 2 കുരുമുളകും കൂടെ ചതച്ചിട്ട് പഞ്ചസാര ഹണിയ എന്താണെന്ന് വെച്ചാലിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ പിള്ളേർക്ക് കുരുമുളക് വേണമെന്നുള്ളവർക്ക് കൊടുക്കും, കുഞ്ഞു പിള്ളേർക്കൊന്നും കൊടുക്കണ്ട. കുഞ്ഞു പിള്ളേർക്ക് ഏറ്റവും നല്ലത് ഇതാണ്, ചൂടോടെ അങ്ങനെ. ഇതിപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൊച്ചു വരുമ്പോൾ കൊടുക്കാനാവും. ഒന്നുകൂടെ കഴിക്കാനൊന്നുമില്ല. തുളസി, വെള്ള തുളസി എടുക്കരുത് കേട്ടോ, ചുവന്ന തുളസി എടുക്കണേ, അതാണ് നല്ല മെഡിസിൻ. ഇതിൻ്റെ കൂടെ ഒരുവിധം മുതിർന്ന കുട്ടികളാണെങ്കിൽ 1 കഷ്ണം ഉള്ളിയും 1 കഷ്ണം ഇഞ്ചി, പിന്നെ ഇഞ്ചിയും പനിക്കൂർക്കയും തുളസിയും മാത്രമേ വെച്ചിട്ടുള്ളൂ. നല്ല റിസൾട്ടാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. ഇപ്പം ഭയങ്കര കഫക്കെട്ട് എല്ലാവർക്കും, ശരീരവേദനക്കൊക്കെ ഇത് നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഇത് 1 ഗ്ലാസ് വെച്ച് കുടിക്കണം നല്ല. എന്നിട്ട് ആ ഇഞ്ചിയുടെ മട്ടില്ലേ ഇത് കളയണ്ട കേട്ടോ, ബാക്കി ചായ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് വെച്ചോ. വേണ്ട, അപ്പം ചായപ്പൊടി വരില്ല, ചായപ്പൊടി ഇങ്ങനെ വേറെ നിൽക്കും. എനിക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒഴിച്ച് വെക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.